സംസ്ഥാനത്ത് വേനൽ മഴ കനക്കുന്നു. 7 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. നാളെയും മറ്റന്നാളും ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. അതേസമയം വേനൽ കനത്ത പാലക്കാടും തൃശൂരും മഴ മുന്നറിയിപ്പ് ഇല്ല. വിവരങ്ങളുമായി സനിസ ശോഭാചന്ദ്രനാണ് ചേരുന്നത്. സനിസ, ജില്ലകൾ തിരിച്ച് നോക്കുന്നതല്ല, പക്ഷേ എന്തായാലും സംസ്ഥാനത്തുടനീളം മഴ പെയ്യേണ്ട ആവശ്യകത വളരെ കൂടിയ ഒരു സാഹചര്യമാണല്ലോ നിലവിലുള്ളത്. നമ്മുടെ ചൂട് അതികഠിനമാണ്, ഒപ്പം വൈദ്യുതി പ്രതിസന്ധിയും ഒക്കെ ഉണ്ട്. ഇന്നലെയൊക്കെ വേനൽ മഴ കിട്ടിയതോടുകൂടി വൈദ്യുതി പ്രതിസന്ധിയിൽ അല്പം അയവൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ചൂടിനും എല്ലാ ജില്ലകളിലും മഴ കിട്ടിയാൽ അല്പം അയവ് വരും എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ പാലക്കാടും തൃശ്ശൂരും മഴ മുന്നറിയിപ്പില്ല എന്ന് പറയുന്നു. എങ്ങനെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ അറിയിപ്പുകൾ വന്നിരിക്കുന്നത്? ഷാമിലി, സംസ്ഥാനത്ത് വേനൽ മഴ ശക്തി പ്രാപിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇന്ന് 7 ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് നൽകിയിട്ടുള്ളത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലേർട്ട് ഉള്ളത്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതാ മുന്നറിയിപ്പ്, കൂടാതെ തന്നെ ഈ മഴയ്ക്കൊപ്പം കാറ്റും മിന്നലും ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് കൂടി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നുണ്ട്. കൂടാതെ നാളെ കോട്ടയം, ഇടുക്കി, മലപ്പുറം, വയനാട് ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ്. മറ്റന്നാൾ ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിലും യെല്ലോ അലേർട്ട് നൽകിയിട്ടുണ്ട്. ഒറ്റപ്പെട്ട അതിശക്തമായ മഴ സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണ്. പക്ഷേ അതേസമയം ഏറ്റവും കൂടുതൽ താപനില രേഖപ്പെടുത്തിയ പാലക്കാട്, തൃശൂർ ജില്ലകളിൽ ഇതുവരെ മഴ മുന്നറിയിപ്പ് നൽകിയിട്ടില്ല. ഒരു ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള മുന്നറിയിപ്പ് നൽകിയിട്ടില്ല. എന്നാൽ നേരിയ മഴയ്ക്കുള്ള സാധ്യത അവിടെയുമുണ്ട്. പക്ഷേ ഇന്നലെ അടക്കം പാലക്കാട് രേഖപ്പെടുത്തിയത് 24 മണിക്കൂറിൽ രേഖപ്പെടുത്തിയത് 38 ഡിഗ്രി സെൽഷ്യസ് വരെ താപനിലയാണ്. ഈ ഒരു സാഹചര്യത്തിൽ പലയിടങ്ങളിലും യു വി ഇൻഡെക്സ് സൂചിക ഇപ്പോഴും ഉയർന്നു നിൽക്കുന്ന ഒരു സാഹചര്യം. 4 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് തുടരുന്ന ഒരു സാഹചര്യമാണ്. ആ ഒരു സാഹചര്യത്തിൽ എല്ലാ ജില്ലകളിലും വേനൽ മഴ ലഭിക്കാത്ത ഒരു സാഹചര്യം, അത് സൂര്യാതപം, അതുപോലെയുള്ള സൂര്യാഘാതം, നിർജ്ജലീകരണം എന്നിവ പാടെ മാറി എന്ന തരത്തിലുള്ള ഒരു നിർദ്ദേശത്തിലേക്ക്, മുന്നറിയിപ്പിലേക്ക് എത്താൻ സംസ്ഥാനമായിട്ടില്ല എന്ന് തന്നെ വേണം പറയാൻ. പാലക്കാടും തൃശ്ശൂരും ഒന്നും മഴ ലഭിക്കാത്ത ഒരു സാഹചര്യത്തിൽ ചൂട് കനത്ത് തന്നെ തുടരുമെന്ന് വേണം മനസ്സിലാക്കാൻ. പക്ഷേ വേനൽ മഴ, അതേ സമയത്ത് വേനൽ മഴ മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും അതുപോലെ തന്നെ വരും ദിവസങ്ങളിൽ വടക്കൻ കേരളത്തിലും ശക്തി പ്രാപിക്കുമെന്ന് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നത്. വരുന്ന 3 വരെ മഴ ഇതേപടി ശക്തമായി തന്നെ തുടരുമെന്ന മുന്നറിയിപ്പാണ് ലഭിക്കുന്നത്. ഷാമിലി, ശരി, മഴ പെയ്യട്ടെ.